ദൃശ്യം 3 കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ലോജിക്കൽ എററാണ്. അതായത് സിദ്ദിഖിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണല്ലോ ജോർജ് കുട്ടിയുടെ മോളെ കല്യാണം കഴിക്കാനാണ് റെഡിയാവുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജോർജ് കുട്ടി ഫാമിലി നേരത്തെ അവരുടെ വീട്ടിൽ പോയി പറയുന്നുണ്ട് ഇങ്ങനെ കല്യാണം മോളെ ആൾക്കാർ നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. ആക്ച്വലി ഇത് സിദ്ദിഖിൻ്റെ പ്ലാനാണല്ലോ ഇങ്ങനെ കല്യാണം നടത്തുന്നത്. ഈ കല്യാണം കൊണ്ടുവന്ന തന്നെ സിദ്ദിഖാണ്. കുറേ കഷ്ടപ്പെട്ട് ബ്രോക്കർമാരെയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന സിദ്ദിഖാണ്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഷാജോണും ദിനേശ് പ്രഭാകരും കൂടെ ചെന്ന് ഈ കല്യാണം മുടക്കാൻ നോക്കുന്നത്? അതും വീട്ടിൽ നേരിട്ട് പോയി. ബാക്കി എല്ലായിടത്തും ഫോൺ കോളായിരുന്നു. ഫോർ വാട്ട്? ജോർജ് കുട്ടിക്ക് സസ്പിഷൻ തോന്നാതിരിക്കാനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ഫോൺ വിളിച്ചാൽ പോരെ? ദിനേശ് പ്രകാരം മാത്രം വിളിച്ചാൽ പോരെ? എന്തിനാണ് അവിടെ ചെന്ന് മുടക്കാൻ നോക്കുന്നത്? അതായത് ഇവരുടെ പ്ലാനാണല്ലോ ഈ കല്യാണം നടക്കണമെന്ന്. ഇവർ തന്നെ അത് മുടക്കാൻ നോക്കുവാണോ? ഇതൊന്നാമത്താണ്. രണ്ടാമത്തവണ ഇവർ മുടക്കാൻ നോക്കുന്നത്. ഫോർ വാട്ട് റീസൺ? അതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം.